ജെസ്സിയുടെ വീട്ടിൽ നിന്നും ആ മെത്തുമായി ഇറങ്ങിയ വാൾട്ട് അവർ പറഞ്ഞ ട്രക്ക് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി. ഉപേക്ഷിക്കപ്പെട്ട ആ ട്രക്ക് സ്റ്റേഷനിൽ എത്തിയ വാൾട്ട് അവിടെ ഉണ്ടായിരുന്ന വിക്ടർ എന്ന ഗസിന്റെ കൂട്ടാളിക്ക് മെത്ത് കൈമാറി. പകരം വാൾട്ടിന് $12,00,000 അടങ്ങുന്ന ഒരു വലിയ ബാഗ് അവർ നൽകി. അപ്പോഴേക്കും സ്കൈലർ പ്രസവിച്ച വിവരം മേരി വാൾട്ടിനെ വിളിച്ചറിയിച്ചു. തന്റെ മകൾ സുന്ദരിയാണോ എന്ന് മേരിയോട് ചോദിക്കുന്ന വാൾട്ട് റോഡിലൊരു ആക്സിഡന്റ് സംഭവിച്ചതിനാൽ വണ്ടികൾ കടത്തിവിടാൻ വൈകുന്നതുകൊണ്ടാണ് അവിടെ എത്താത്തതെന്നും കുറച്ചു സമയത്തിനുള്ളിൽ അവിടെ എത്തുമെന്നും പറഞ്ഞു. അവിടെ നിന്നും നേരെ ആശുപത്രിയിൽ എത്തിയ വാൾട്ട് തന്റെ മകളെയും ഭാര്യയെയും സന്തോഷത്തോടെ വാരി പുണർന്നു. പെട്ടെന്നാണ് റൂമിൽ നിൽക്കുന്ന ടെഡിനെ വാൾട്ട് ശ്രദ്ധിച്ചത്. ടെഡാണ് തന്നെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് സ്കൈലർ പറഞ്ഞപ്പോൾ വാൾട്ടിന്റെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥത പ്രകടമായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തനിക്ക് അവിടെ എത്താൻ കഴിയാതെ പോയതും ആ സ്ഥാനത്ത് മറ്റൊരു പുരുഷൻ അവൾക്ക് കൂട്ടായി നിന്നതും വാൾട്ടിനെ അസ്വസ്ഥനാക്കി. എങ്കിലും വാൾട്ട് ടെഡിനോട് നന്ദി പറഞ്ഞു. തുടർന്ന് വാൾട്ടിനെ അഭിനന്ദിക്കുന്ന ടെഡ് നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം ആവശ്യമാണെന്നും താൻ പിന്നീട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. ശേഷം റൂമിൽ മറ്റാരുമില്ലാത്തത് കണ്ട് ഹാങ്കും മേരിയും മകനുമൊക്കെ എവിടെയെന്ന് വാൾട്ട് ചോദിച്ചു. അവർ ഭക്ഷണം കഴിക്കാൻ പോയതാണെന്ന് പറയുന്ന സ്കൈലർ മകനാണ് കുഞ്ഞിന്റെ ആദ്യത്തെ ഡയപ്പർ മാറ്റിയതെന്ന സന്തോഷ വാർത്തയും വാൾട്ടിനോട് പങ്കുവച്ചു. തുടർന്ന് സ്കൈലറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വാൾട്ട് ചോദിച്ചപ്പോൾ രാവിലെ തിടുക്കത്തിൽ വരുമ്പോൾ താൻ മറന്നുവെച്ച ബാഗ് വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു. സിസേറിയൻ ആയിരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും നോർമൽ ഡെലിവറി നടന്നതിലുള്ള വലിയ സന്തോഷത്തിലായിരുന്നു സ്കൈലർ. അവൾക്ക് ആവശ്യമായ സാധനങ്ങളും ഒപ്പം തനിക്ക് രാത്രി ആശുപത്രിയിൽ അവളുടെ കൂടെ നിൽക്കാനുള്ള വസ്ത്രങ്ങളും എടുക്കാനായി വാൾട്ട് ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ഉടനെ ആ ബാഗ് തുറന്നു നോക്കുന്ന വാൾട്ട് $12,00,000 കണ്ട് സന്തോഷിച്ചു. ഇത്രയും വലിയ തുക എവിടെ സുരക്ഷിതമായി ഒളിപ്പിക്കുമെന്ന് ചിന്തിച്ച വാൾട്ട് ഒരു വഴി കണ്ടെത്തി. ചുമരുകൾക്കിടയിലെ എയർ വെന്റിനുള്ളിൽ ബാഗിലുണ്ടായിരുന്ന പണക്കെട്ടുകൾ ഓരോന്നായി വാൾട്ട് അടുക്കി വെച്ച ശേഷം സ്കൈലർ ആവശ്യപ്പെട്ട സാധനങ്ങളുമായി ആശുപത്രിയിലേക്ക് തിരികെ പോയി. അടുത്ത ദിവസം രാവിലെ ജെസ്സിയും ജെയിനും വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. തലേ ദിവസം ഉപയോഗിച്ച ഹെറോയിൻ നൽകിയ ഹാങ് ഓവർ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചു. അന്നേ ദിവസം അവൾക്ക് അച്ഛനോടൊപ്പം മയക്കുമരുന്ന് ഉപയോഗം നിർത്തുന്നതിന്റെ ഭാഗമായുള്ള കൗൺസിലിംഗിന് പോകാനുണ്ടായിരുന്നു. അച്ഛന്റെ ഫോൺ എടുത്ത ജെയിൻ താൻ ഉറങ്ങിപ്പോയെന്നും കുറച്ചു സമയത്തിനുള്ളിൽ അവിടെ എത്തുമെന്നും പറഞ്ഞു. ശേഷം ജെസ്സിയോട് യാത്ര പറഞ്ഞു പോകാൻ നേരം വീടിന്റെ വാതിൽ പൊളിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിച്ച അവൾ വീടിന്റെ വാതിൽ പൊളിച്ച് ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന് അവനോട് പറഞ്ഞു. പെട്ടെന്ന് പരിഭ്രാന്തനായ ജെസ്സി നേരെ പോയത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചിട്ടിരിക്കുന്നത് കാണുന്ന ജെസ്സിക്ക് ആരോ വീടിനകത്ത് കയറിയിട്ടുണ്ടെന്ന് ഉറപ്പായി. മെത്തൊളിച്ചു വെച്ച സിങ്കിനടിയിലെ കബോർഡ് തുറന്നു കിടക്കുന്നത് കണ്ടതോടെ പകുതി ജീവൻ നഷ്ടപ്പെട്ട പോലെ അവന് തോന്നി. അതിനുള്ളിൽ മൊത്തമായി പരിശോധിച്ചെങ്കിലും ഒളിച്ചുവെച്ച മെത്ത് കാണാത്തതോടെ ശത്രുക്കൾ ആരോ അകത്ത് കയറി തങ്ങളുടെ മെത്ത് മോഷ്ടിച്ചതായി അവൻ ഉറപ്പിച്ചു. തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന കോടിക്കണക്കിന് രൂപ വില വരുന്ന ആ മെത്ത് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടെന്ന ചിന്ത ജെസ്സിയെ ശരിക്കും തളർത്തി. മാത്രമല്ല വാൾട്ടിനോട് താൻ ഇനി എന്ത് സമാധാനം പറയുമെന്നാലോചിച്ച് അവൻ ഭയത്തോടെ അവിടെ ഇരുന്നു. അതേസമയം ജെയിൻ അച്ഛനോടൊപ്പം നാർക്കോട്ടിക്സ് അനോണിമസ് മീറ്റിംഗ് എന്ന ലഹരിമുക്ത കൂട്ടായ്മയിൽ പങ്കെടുക്കുകയാണ്. മയക്കുമരുന്നിനോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമപ്പെട്ട ആളുകൾക്ക് അതിൽ നിന്നും മോചിതരാകാനും പുതിയൊരു ജീവിതം തുടങ്ങാനും പരസ്പരം സഹായിക്കുന്ന ഒരു കൂട്ടായ്മയാണത്. കഴിഞ്ഞ 1.5 വർഷമായി അതിൽ പങ്കെടുത്തതുകൊണ്ട് ലഹരി പൂർണ്ണമായും ഒഴിവാക്കാൻ അതവളെ സഹായിച്ചിരുന്നു. മാസത്തിൽ 5 തവണയാണ് അവൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കാറുള്ളത്. അത്രയും ദിവസം അവളുടെ അച്ഛൻ ഡൊണാൾഡിനൊപ്പമായിരുന്നു അവൾ പോയിരുന്നത്. അവിടെ വെച്ച് ഓരോ ആളുകൾ അവരുടെ അനുഭവങ്ങളും മയക്കുമരുന്ന് ഉപയോഗം നിർത്താനുള്ള വഴികളും പരസ്പരം പങ്കുവച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ഹെറോയിന്റെ ആഫ്റ്റർ എഫക്ട്സ് കാരണം അവൾക്ക് ആ മീറ്റിംഗിൽ ഒട്ടും ശ്രദ്ധിക്കാനായില്ല. മീറ്റിംഗ് കഴിഞ്ഞ് ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവളെ ശ്രദ്ധിക്കുന്ന അച്ഛൻ നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടെന്നും ആവശ്യത്തിന് ഉറങ്ങുന്നില്ലേയെന്നും അവളോട് ചോദിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ പുതിയൊരു കസ്റ്റമർക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാറ്റു ഡിസൈൻ ചെയ്യുന്ന തിരക്കിലായിരുന്നുവെന്നും ഒന്നുറങ്ങി എഴുന്നേറ്റാൽ എല്ലാം ശരിയാകുമെന്നും അവൾ കള്ളം പറഞ്ഞു. എന്നാൽ ആ ടാറ്റു സ്ഥാപനത്തിൽ അവൾ ജോലി ചെയ്യുന്നത് ഒട്ടും താല്പര്യമില്ലായിരുന്ന ഡൊണാൾഡ് ടാറ്റു ചെയ്യുന്നവരൊക്കെ മോശക്കാരാണെന്ന മട്ടിൽ അത്തരം ആളുകളുടെ കൂട്ട് ഒഴിവാക്കണമെന്ന് അവളെ ഉപദേശിച്ചു. എന്നാൽ അവിടെ കോളേജ് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമൊക്കെയാണ് വരാറെന്നും അതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും പറഞ്ഞ് അവൾ അച്ഛനെ സമാധാനിപ്പിച്ചു. ശേഷം സംസാരത്തിനിടയിൽ നമ്മുടെ വീട്ടിൽ പുതിയ താമസക്കാരനായ ജെസ്സിയുമായി നിനക്ക് പ്രണയം വല്ലതുമുണ്ടോ എന്ന് ഡൊണാൾഡ് അവളോട് ചോദിച്ചു. കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്കങ്ങനെ തോന്നിയെന്ന് ഡൊണാൾഡ് പറഞ്ഞു. എന്നാൽ താനും അവനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന ജെയിൻ ആ സംസാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു. ജെസ്സിയുമായുള്ള തന്റെ പ്രണയവും മയക്കുമരുന്ന് ഉപയോഗവും അച്ഛനെ അറിയിക്കാതെ വളരെ സമർത്ഥമായി അവൾ മറച്ചുവെച്ചു. അതേസമയം വീട്ടിൽ വാൾട്ടും സ്കൈലറും തങ്ങളുടെ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന തിരക്കിലാണ്. ശേഷം വീട്ടിലെ ഫോൺ ബെല്ലടിക്കുന്നത് ശ്രദ്ധിച്ച വാൾട്ട് ഫോൺ എടുത്തപ്പോൾ അത് ജെസ്സി ആയിരുന്നു. നിന്നോട് ഞാൻ വീട്ടിലേക്ക്
വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് വാൾട്ട് അവനോട് ദേഷ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ആരോ തന്റെ വീട്ടിൽ കയറി നമ്മുടെ മെത്ത് മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് പറയുന്ന ജെസ്സി ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വാൾട്ടിനോട് ചോദിച്ചു. വാൾട്ടിന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കേൾക്കാതായതോടെ തന്നെ വഴക്ക് പറഞ്ഞോളൂ എന്ന് ജെസ്സി കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിലും വാൾട്ട് ഒരക്ഷരം മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. കഴിഞ്ഞ 2 ദിവസം ജെസ്സിയുടെ അശ്രദ്ധയും മയക്കുമരുന്ന് ഉപയോഗവും കാരണം താൻ അനുഭവിച്ച ടെൻഷൻ കുറച്ചു നേരത്തേക്ക് അവനെ അറിയിക്കാനായിരുന്നു വാൾട്ട് താനാണ് അത് ചെയ്തതെന്ന വിവരം അവനിൽ നിന്നും മറച്ചുവെച്ചത്. അന്ന് രാത്രി വാൾട്ടിന്റെ വീട്ടിൽ മേരിയും ഹാങ്കും ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഹാങ്ക് കൊണ്ടുവന്ന ഫ്രൈഡ് ചിക്കൻ പോളോസിൽ നിന്നാണ് വാങ്ങിയതെന്ന് ശ്രദ്ധിക്കുന്ന വാൾട്ട് ഒന്ന് ഞെട്ടി. എങ്കിലും ഞെട്ടൽ മറച്ചുവെച്ച് ഇത് നല്ലതാണോ എന്ന് വാൾട്ട് ഹാങ്കിനോട് ചോദിച്ചു. നിലവിൽ KFCയെ വരെ വെല്ലുന്ന ടേസ്റ്റാണ് ഇവരുടെ ഭക്ഷണത്തിനെന്നായിരുന്നു ഹാങ്കിന്റെ മറുപടി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഹാങ്ക് സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് കുഞ്ഞു പോകാതിരിക്കാനും അപകടം ഒഴിവാക്കാനും പൂളിലേക്ക് എന്തെങ്കിലും വീണാൽ ഉടൻ ശബ്ദമുണ്ടാക്കുന്ന ഒരു അലാം സിസ്റ്റം വെക്കണമെന്നും അത് ഞങ്ങളുടെ വക ആയിക്കോട്ടെ എന്നും പറഞ്ഞു. എന്നാൽ അത് വേണ്ടെന്നും താൻ ഉടൻ തന്നെ തിരികെ ജോലിക്ക് കയറുമെന്നും പറഞ്ഞ് സ്കൈലർ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ കുഞ്ഞിന് അമ്മയുടെ സാമീപ്യം ആവശ്യമാണെന്നും പണത്തിന്റെ കാര്യമെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും പറയുന്ന വാൾട്ട് അവളോട് തൽക്കാലം ജോലി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വാൾട്ടിന്റെ ഓപ്പറേഷൻ അടക്കം ഒരു വലിയ തുക ഇനിയും ആവശ്യമാണെന്നും അതുകൊണ്ട് ജോലി അത്യാവശ്യമാണെന്നും അവൾ മറുപടി പറഞ്ഞു. ഭക്ഷണം കഴിച്ച് എല്ലാവരും പോയ ശേഷം വാൾട്ടും ഭാര്യയും ഉറങ്ങുകയാണ്. പെട്ടെന്ന് മകൾ കരയുന്നത് കേട്ട് എഴുന്നേറ്റ സ്കൈലറിനോട് വിശ്രമിക്കാൻ പറയുന്ന വാൾട്ട് താൻ കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ശേഷം കുഞ്ഞിനെ നോക്കുന്ന വാൾട്ട് അവളെയും കൊണ്ട് താൻ പണം വെച്ച മുറിയിലേക്ക് പോയി. എയർവെന്റ് മാറ്റി ആ പണം മകളെ കാണിച്ചുകൊണ്ട് വാൾട്ട് അഭിമാനത്തോടെ പറഞ്ഞു, ഇതൊക്കെ നിനക്ക് വേണ്ടി അച്ഛൻ സമ്പാദിച്ചതാണ്. നമ്മുടെ കുടുംബത്തിന് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല. അടുത്ത ദിവസം പതിവ് പോലെ സ്കൂളിൽ പോയ വാൾട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനൊരുങ്ങി. അപ്പോഴാണ് ജെസ്സി ക്ലാസ് റൂമിലേക്ക് കയറി വന്നത്. താൻ പഠിച്ച അതേ ക്ലാസ് റൂം വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ജെസ്സി ഇത്ര കാലമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ വെക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച് വാൾട്ടിനെ പരിഹസിച്ചു. ഇത് കേൾക്കുന്ന വാൾട്ട് അവനോട് ഉടൻ തന്നെ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ താൻ പോകാൻ വന്നതല്ലെന്നും കഴിഞ്ഞ ദിവസം തന്റെ ഫോണിൽ വന്ന മെസ്സേജുകൾ പരിശോധിച്ചപ്പോൾ മെത്ത് മോഷ്ടിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് താൻ മനസ്സിലാക്കിയെന്നും ജെസ്സി ദേഷ്യത്തോടെ പറഞ്ഞു. താൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഒരു ദിവസം മുഴുവൻ അതിന്റെ പേരിൽ എന്തിനാണ് ഈ മാനസിക സമ്മർദ്ദം നൽകിയതെന്ന് ചോദിച്ച് ജെസ്സി വാൾട്ടിനോട് തട്ടിക്കയറി. നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഡീൽ നടക്കുമ്പോൾ നീ ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നുവെന്നും തന്റെ ജീവൻ പണയം വെച്ചാണ് താൻ ആ ഡീൽ നടത്തിയതെന്നും പറയുന്ന വാൾട്ട് നിന്റെ മയക്കുമരുന്ന് ഉപയോഗവും ശ്രദ്ധയില്ലായ്മയും കാരണം തന്റെ മകളുടെ ജന്മസമയത്ത് തനിക്ക് ഭാര്യയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ലെന്നും അവനോട് പറഞ്ഞു. എന്നാൽ അന്ന് തന്റെ അവധി ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് തന്റെ തെറ്റിനെ ജെസ്സി ന്യായീകരിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ഈ പണിയിൽ അവധി എന്നൊന്നില്ലെന്നും എപ്പോൾ വിളിച്ചാലും എന്തിനും തയ്യാറായിരിക്കണമെന്നും നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് വാൾട്ട് അവനോട് ചോദിച്ചു. അതിനൊന്നും ജെസ്സിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ആ ഡീലിൽ നമുക്ക് എത്ര പണം കിട്ടിയെന്ന് അവൻ ആകാംക്ഷയോടെ വാൾട്ടിനോട് ചോദിച്ചു. മൊത്തം $12 ലക്ഷം ആണ് ലഭിച്ചത്. അതിൽ സോളിന്റെ 20% കമ്മീഷൻ കഴിച്ച് ഒരാൾക്ക് $4,80,000 ഉണ്ടാകും. അത് കേട്ട ഉടനെ തന്റെ പണം ആവശ്യപ്പെട്ട ജെസ്സിയോട് ഇത്രയും വലിയൊരു തുക എപ്പോഴും മയക്കുമരുന്നടിച്ച് നടക്കുന്ന നിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നീ മരിച്ചു പോകുമെന്ന് പറയുന്ന വാൾട്ട് നീ പൂർണ്ണമായും അടി നിർത്താതെ പണം നൽകില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ താൻ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നില്ലെന്നും ഇന്നലത്തോടെ എല്ലാം പൂർണ്ണമായും നിർത്തിയെന്നും ജെസ്സി വാദിച്ചു. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാൻ പറഞ്ഞ വാൾട്ട് ലാബിലെ ഒരു ബീക്കർ എടുത്ത് അതിൽ മൂത്രമൊഴിക്കാൻ ജെസ്സിയോട് ആവശ്യപ്പെട്ടു. ഫാർമസിയിൽ നിന്നും ടെസ്റ്റർ വാങ്ങി പരിശോധിക്കാമെന്നും നീ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞാൽ നിന്റെ പണം മുഴുവൻ ഈ നിമിഷം തരാമെന്നും വാൾട്ട് പറഞ്ഞു. എന്നാൽ ജെസ്സി അതിന് തയ്യാറായില്ല. താൻ അധ്വാനിച്ച പണം വാൾട്ട് നൽകാതിരുന്നതോടെ കടുത്ത ദേഷ്യം വന്ന ജെസ്സി അവന്റെ കയ്യിലുള്ള ആ ബീക്കർ വാൾട്ടിന് നേരെ എറിഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. തിരികെ വീട്ടിലെത്തിയ വാൾട്ടിന് മകനുണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് സ്കൈലറും മകനും ചേർന്ന് പരിചയപ്പെടുത്തി. അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങിയിരുന്ന ആ വെബ്സൈറ്റ് പ്രധാനമായും മകൻ ഉണ്ടാക്കിയത് വാൾട്ടിന്റെ ചികിത്സാ സഹായത്തിനായി പണം കണ്ടെത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾക്ക് ഓൺലൈൻ പേയ്മെന്റ് വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുമായിരുന്നു. അത് സ്വന്തമായി ഡിസൈൻ ചെയ്ത മകന്റെ പ്രവൃത്തിയെ സ്കൈലർ പ്രശംസിച്ചു. ഇത് കണ്ട എല്ലാവർക്കും സന്തോഷമായെങ്കിലും നമ്മൾ പുറത്തുള്ളവരോട് പണം ചോദിക്കുന്നത് ശരിയല്ല എന്നും ആ ഓപ്ഷൻ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കാനും വാൾട്ട് മകനോട് ആവശ്യപ്പെട്ടു. മകൻ ചെയ്യുന്ന ഈ പരിപാടി സൈബർ ലോകത്തിലൂടെ ആളുകളോട് യാചിക്കുന്നതിന് തുല്യമാണെന്ന് വാൾട്ട് സ്കൈലറിനോട് പറഞ്ഞപ്പോൾ എന്ത് തന്നെ ആയാലും മകന്റെ കഷ്ടപ്പാടിനെ ഒരിക്കലും കുറച്ചു കാണരുതെന്നും അതവനെ വിഷമിപ്പിക്കുമെന്നും സ്കൈലർ വാൾട്ടിനോട് പറഞ്ഞു. തന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടായിട്ടും അതൊന്നും കുടുംബത്തിന് വേണ്ടി ചിലവാക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിക്കേണ്ടി വരുന്നത് വാൾട്ടിന് കടുത്ത നിരാശയുണ്ടാക്കി. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ
പുറത്താക്കാൻ തീരുമാനിച്ച വാൾട്ട് നേരെ സോളിന്റെ അടുത്തേക്ക് പോയി. അമേരിക്കയിൽ ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ സാധിക്കാത്ത അത്രയും പണം നിലവിൽ എന്റെ കയ്യിലുണ്ട്. എന്നാൽ തന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അത് ചിലവഴിക്കാൻ സാധിക്കാതെ അവരുടെ മുന്നിൽ താനൊരു പാപ്പരായി നിൽക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു അവസ്ഥയാണെന്ന് വാൾട്ട് സോളിനോട് പരാതി പറഞ്ഞു. ഇത് കേട്ട സോൾ ആദ്യം ചില വിചിത്രമായ വഴികൾ പറഞ്ഞു. റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു വലിയ ബാഗ് നിറച്ചും പണം കളഞ്ഞു കിട്ടിയെന്ന് വീട്ടിൽ പറഞ്ഞാലോ എന്ന് സോൾ ചോദിച്ചു. അതൊന്നും ആരും വിശ്വസിക്കില്ലെന്ന് വാൾട്ട് പറഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ പണ്ടെങ്ങോ മരിച്ചുപോയ കുടുംബത്തിലെ സമ്പന്നനായ ഒരു ബന്ധു തന്റെ പേരിൽ മരിക്കുന്നതിന് മുൻപ് കോടിക്കണക്കിന് രൂപ എഴുതി വെച്ചു എന്ന് പറയാമെന്ന് സോൾ പറഞ്ഞെങ്കിലും അതൊന്നും ശരിയാകില്ലെന്ന് വാൾട്ട് ഉറപ്പിച്ചു പറഞ്ഞു. സാങ്കല്പികമായി ഉണ്ടാക്കിയ ബന്ധുവോ അന്ധമായ ഭാഗ്യമോ അല്ല തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതെന്നും താൻ സ്വന്തം ജീവൻ പണയം വെച്ച് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെന്നും പറയുന്ന വാൾട്ട് തന്റെ മകൻ ലോകത്തിനു മുന്നിൽ ഒരു വെബ്സൈറ്റിലൂടെ തനിക്ക് വേണ്ടി പണം യാചിക്കുന്നത് തനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ ആ വെബ്സൈറ്റ് പരിശോധിച്ച സോളിന് മറ്റൊരു ബുദ്ധി തോന്നി. ആ വെബ്സൈറ്റിലൂടെ തന്നെ പണം വെളുപ്പിക്കാമെന്ന് സോൾ വാൾട്ടിനോട് പറഞ്ഞു. എന്നാൽ വാൾട്ട് അതിനെ എതിർത്തു. കാരണം യാതൊരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരെങ്കിലും ഇത്രയും വലിയ തുക സംഭാവന ചെയ്താൽ അത് പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇടയാക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ സോളിന്റെ പദ്ധതി വേറെയായിരുന്നു. ഒരൊറ്റ വ്യക്തിയല്ല ഈ പണം നൽകുന്നത്. തന്റെ പരിചയത്തിൽ ഒരു മികച്ച കമ്പ്യൂട്ടർ ഹാക്കർ ഉണ്ടെന്നും ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകളുടെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്ത് അവയെ തന്റെ നിയന്ത്രണത്തിലാക്കി മാറ്റാൻ കഴിവുള്ളവനാണവൻ. കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ആളുകൾ നൽകുന്നത് പോലെ $10-20 ചെറിയ സംഭാവനകളായി വാൾട്ടിന്റെ പണം ആ ഹാക്കർ വഴി വെബ്സൈറ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ ഏകദേശം 20,000 മുതൽ $30,000 വരെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വാൾട്ടിന്റെ അക്കൗണ്ടിൽ എത്തിക്കാം. തൽക്കാലം വേറെ വഴിയൊന്നും ഇല്ലാത്തതിനാൽ വാൾട്ട് അതിന് സമ്മതം മൂളി. അതേസമയം വാൾട്ട് തന്റെ പണം നൽകാത്തതിന്റെ ദേഷ്യത്തിലായിരുന്ന ജെസ്സി ജെയിനോടൊപ്പം വീണ്ടും ഹെറോയിൻ അടിക്കാൻ തുടങ്ങി. സംസാരത്തിനിടയിൽ തന്റെ ബിസിനസ് പാർട്ണറായ വാൾട്ടിനെ കുറിച്ചും അയാൾ തനിക്ക് തരാനുള്ള വലിയ തുകയെക്കുറിച്ചും അവൻ ജെയിനോട് പറഞ്ഞു. എന്നാൽ അത്രയും വലിയൊരു തുക കേട്ട ജെയിൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ അവർ ബോധമില്ലാതെ ഉറങ്ങുകയാണ്. അപ്പോഴാണ് ജെയിന് അച്ഛന്റെ ഫോൺ വന്നത്. അന്ന് അവൾക്ക് കൗൺസിലിംഗിന് പോകാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് താൻ ട്രാഫിക്കിലാണെന്നും ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞ് വീടിന്റെ വാതിൽ തുറന്നപ്പോൾ പുറത്തു നിൽക്കുന്ന അച്ഛനെയാണ് അവൾ കണ്ടത്. ജെസ്സിയുടെ വീടിന്റെ വാതിൽ തുറന്നു വന്ന മകളെ കണ്ട ഡൊണാൾഡിന് താൻ സംശയിച്ചതെല്ലാം ശരിയായിരുന്നു എന്ന് മനസ്സിലായി. ശേഷം അവളോടൊന്നും പറയാതെ വാതിൽ തുറന്ന് ജെസ്സിയുടെ വീട്ടിലേക്ക് കയറുന്ന ഡൊണാൾഡിനെ തടയാൻ ജെയിൻ ശ്രമിച്ചെങ്കിലും അവൾക്കത് സാധിച്ചില്ല. അവിടെ കിടക്കുന്ന മയക്കുമരുന്നും സിറിഞ്ചുകളും കാണുന്ന ഡൊണാൾഡിന് സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മകളെ വീണ്ടും ഈ ഒരു അവസ്ഥയിലാക്കിയതിന് അയാൾ ജെസ്സിയെ കണക്കിന് മർദ്ദിച്ച ശേഷം അവനോട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജെസ്സിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. താൻ കൃത്യമായി വാടക നൽകുന്നുണ്ടെന്നും തന്നെ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവൻ അയാളെ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് ഭയന്ന ജെയിൻ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. കഴിഞ്ഞ 18 മാസമായി ലഹരി ഉപയോഗിക്കാതെ ജീവിച്ച നീ എന്തിനാണ് വീണ്ടും ഇതെല്ലാം തുടങ്ങിയതെന്ന് സങ്കടത്തോടെ അവളോട് ചോദിക്കുന്ന ഡൊണാൾഡ് ജെസ്സിയെ പോലുള്ളവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും പറഞ്ഞു. അത് കേട്ട് ജെസ്സിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ജെയിൻ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇതെല്ലാം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ അതിനായുള്ള കൗൺസിലിംഗ് തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞു. ശേഷം അയാൾ പോലീസിനെ വിളിക്കാനായി തന്റെ ഫോൺ എടുത്തു. കഴിഞ്ഞ 10 വർഷമായി സ്നേഹത്തിലൂടെയും സ്വാന്തനത്തിലൂടെയും നിന്നെ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടും നീ മാറിയില്ലെന്നും ഇനി ഒരു പക്ഷേ ജയിലിൽ കിടന്നാൽ നീ മാറിയേക്കാമെന്നും അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ഛൻ പോലീസിനെ വിളിക്കുന്നത് കണ്ട് ഭയന്ന ജെയിൻ താൻ നാളെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിക്കൊള്ളാമെന്ന് അയാൾക്ക് ഉറപ്പു നൽകിയെങ്കിലും ഇന്ന് തന്നെ പോകണമെന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ ഇന്ന് പോകാൻ കഴിയില്ലെന്നും ജോലി സ്ഥലത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം നാളെ ഉറപ്പായും പോകാമെന്ന് അവൾ അയാൾക്ക് ഉറപ്പു നൽകി. അപ്പോഴേക്കും ഡൊണാൾഡിന്റെ ഫോണിൽ ആൽബക്കുക്കി പോലീസ് ഓപ്പറേറ്റർ സംസാരിച്ചു തുടങ്ങിയിരുന്നു. തന്റെ മുന്നിൽ നിസ്സഹായയായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മകളെ കണ്ട ഡൊണാൾഡിന്റെ മനസ്സലിഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് അയാൾ ആ ഫോൺ കട്ട് ചെയ്ത ശേഷം അവിടെ നിന്നും പോയി. എന്നാൽ ഡൊണാൾഡ് പോയ ശേഷം നീ ആ പറഞ്ഞതുപോലെ നാളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോവുകയാണോ എന്ന് ജെസ്സി അവളോട് ചോദിച്ചു. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു അവളുടെ മറുപടി. ശേഷം അവൾ ജെസ്സിയുടെ ഫോണിൽ നിന്നും വാൾട്ടിനെ വിളിച്ചു. താൻ ജെസ്സിയുടെ ഗേൾഫ്രണ്ട് ആണെന്നും അവന്റെ പണം എത്രയും പെട്ടെന്ന് അവന് നൽകിയില്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകൻ മയക്കുമരുന്ന് കച്ചവടക്കാരനായതും അയാളുടെ അളിയൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റിൽ ജോലി ചെയ്യുന്നതുമൊക്കെ ദേശീയ തലത്തിൽ വലിയ വാർത്തയാകുമെന്നും അവൾ വാൾട്ടിനെ ഭീഷണിപ്പെടുത്തി. ജെസ്സിയുടെ പണം ഇന്ന് രാത്രി തന്നെ എത്തിച്ചില്ലെങ്കിൽ ഇതെല്ലാം പോലീസിനെയും വാർത്താ മാധ്യമങ്ങളെയും അറിയിക്കുമെന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. താൻ ആരെയും ചതിക്കുന്ന കൂട്ടത്തിലല്ലെന്നും അത് വേണ്ടായിരുന്നുവെന്നും ജെസ്സി അവളോട് പറഞ്ഞു. എന്നാൽ വാൾട്ട് ബുദ്ധിമാനാണെന്നും അയാൾക്ക് പണം തരികയല്ലാതെ വേറെ വഴിയില്ലെന്നും പറഞ്ഞ് അവൾ ജെസ്സിയെ സമാധാനിപ്പിച്ചു. ജെയിനിന്റെ ഭീഷണി ഭയന്ന വാൾട്ട് അന്ന് രാത്രി തന്നെ പണവുമായി ജെസ്സിയുടെ വീട്ടിലെത്തി.
നൽകി. വാതിൽ തുറന്ന് ജെയിനിന്റെ കയ്യിൽ പണം നൽകാൻ വാൾട്ട് തയ്യാറായില്ല. ജെസ്സിയുടെ കയ്യിൽ ആ പണം കൊടുത്ത ശേഷം ഇനിയും നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് വാൾട്ട് ചോദിച്ചു. ഇനി ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ ശല്യം ചെയ്യില്ലെന്ന് ജെസ്സി വാൾട്ടിനോട് പറഞ്ഞു. നീ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് നിരാശയോടെ വാൾട്ട് ജെസ്സിയോട് പറഞ്ഞെങ്കിലും കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ജെയിൻ വാതിൽ വലിച്ചടച്ചു. വാൾട്ട് പോയ ശേഷം ആ പണക്കെട്ടുകൾ കണ്ട് ജെയിന് സന്തോഷം അടക്കാനായില്ല. ഈ പണം നമ്മുടെ സ്വാതന്ത്ര്യമാണെന്നും നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാമെന്നും ജെയിൻ പറഞ്ഞു. നമുക്ക് ന്യൂസിലാൻഡിൽ പോയി സെറ്റിൽ ആകാമെന്ന് പറയുന്ന ജെസ്സി അവിടെ നിനക്കൊരു ആർട്ടിസ്റ്റായും എനിക്കൊരു ബുഷ് പൈലറ്റായും ജോലി ചെയ്ത് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാമെന്നും പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് ലഹരി എന്നേക്കുമായി ഉപേക്ഷിക്കാനും കയ്യിൽ ബാക്കിയുള്ള ലഹരി മരുന്നുകൾ മുഴുവൻ ഫ്ലഷ് ചെയ്ത് കളയാനും അവർ തീരുമാനിച്ചു. എന്നാൽ അത് നശിപ്പിക്കുന്നതിനു മുൻപ് അവസാനമായി ഒരു വട്ടം കൂടി അടിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അതേസമയം ജെസ്സിക്ക് പണം നൽകിയ ശേഷം വാൾട്ട് നേരെ പോയത് ഒരു ബാറിലേക്കായിരുന്നു. അവിടെ വെച്ച് മദ്യപിക്കാൻ തുടങ്ങിയ വാൾട്ടിന് പെട്ടെന്ന് സ്കൈലറിന്റെ ഫോൺ വന്നു. മകൾക്കുള്ള ഡയപ്പർ വാങ്ങാനെന്ന് പറഞ്ഞായിരുന്നു വാൾട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അത് കിട്ടിയോ എന്നറിയാനായിരുന്നു അവൾ വിളിച്ചത്. താൻ 3-4 ഷോപ്പുകളിൽ കയറിയെങ്കിലും അവിടെയെല്ലാം സ്റ്റോക്ക് തീർന്നു പോയതിനാൽ കുറച്ചു ദൂരെയുള്ള വാൾമാർട്ട് എന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെന്ന് വാൾട്ട് കള്ളം പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് വാൾട്ടിന്റെ അരികിലിരുന്ന് മദ്യപിക്കുന്ന മനുഷ്യൻ നീ ഭാര്യയെ പറ്റിക്കുന്നതിൽ മിടുക്കനാണെന്ന് തമാശയായി വാൾട്ടിനോട് പറഞ്ഞു. ശേഷം അവർ തമ്മിൽ പരിചയപ്പെട്ടു. അത് ജെയിനിന്റെ അച്ഛൻ ഡൊണാൾഡ് ആയിരുന്നു. സംസാരത്തിനിടയിൽ വാൾട്ടിന് ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞ ഡൊണാൾഡ് അവന് ആശംസകൾ നേർന്നു. തനിക്ക് അടുത്ത മാസം 27 വയസ്സ് തികയുന്ന ഒരു മകളുണ്ടെന്ന് ഡൊണാൾഡ് പറഞ്ഞപ്പോൾ മകളെ വളർത്തുന്നതിൽ എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ എന്ന് ചോദിച്ച വാൾട്ടിനോട് അവരെ ഒരുപാട് സ്നേഹിക്കുക, അവരെന്താണോ അങ്ങനെ തന്നെ അവരെ അംഗീകരിക്കുക, ഇപ്പോഴത്തെ കുട്ടികളെ അവർ എന്ത് തെറ്റ് ചെയ്താലും സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്നും ഡൊണാൾഡ് മറുപടി നൽകി. ശേഷം വാൾട്ട് മറ്റൊരു കഥ അയാളോട് പങ്കുവച്ചു. തനിക്കൊരു അനന്തരവനുണ്ട്. അവന്റെ നല്ലതിനു വേണ്ടി താൻ അവനെ എത്ര ഉപദേശിച്ചിട്ടും അവൻ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വാൾട്ട് ചോദിച്ചു. യഥാർത്ഥത്തിൽ ജെസ്സിയെക്കുറിച്ചായിരുന്നു വാൾട്ട് ആ പറഞ്ഞത്. അവൻ നിങ്ങളുടെ കുടുംബമാണോ എന്ന് ഡൊണാൾഡ് തിരിച്ചു ചോദിച്ചു. ജെസ്സിയെ ഒരു പാർട്ട്ണർ എന്നതിനപ്പുറം സ്നേഹിച്ചിരുന്ന വാൾട്ട് അതെ എന്ന് മറുപടി നൽകി. അങ്ങനെയെങ്കിൽ അവനെ നിങ്ങൾ ഒരിക്കലും കൈവിടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന ഡൊണാൾഡിന്റെ മറുപടി വാൾട്ടിനെ വല്ലാതെ സ്വാധീനിച്ചു. അതോടെ ജെസ്സിയെ എന്നേക്കുമായി ലഹരിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന ചിന്തയോടെ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വാൾട്ട് നേരെ ജെസ്സിയുടെ വീട്ടിലേക്ക് തിരികെ പോയി. വാതിൽ തുറന്നകത്ത് കയറിയ വാൾട്ട് കാണുന്നത് ഹെറോയിൻ അടിച്ച് അബോധാവസ്ഥയിൽ മയങ്ങിക്കിടക്കുന്ന ജെസ്സിയെയും ജെയിനെയുമാണ്. ജെസ്സിയെ പല തവണ വിളിച്ചെങ്കിലും അവൻ ഉണർന്നില്ല. എന്നാൽ വാൾട്ട് ജെസ്സിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചരിഞ്ഞു കിടന്നിരുന്ന ജെയിൻ അബദ്ധത്തിൽ മലർന്നു കിടക്കാൻ ഇടയായി. അബോധാവസ്ഥയിൽ ഛർദ്ദിച്ചാൽ ശ്വാസം മുട്ടാതിരിക്കാനാണ് അവർ ചരിഞ്ഞു കിടക്കുന്നത്. പെട്ടെന്ന് മലർന്നു കിടന്ന ജെയിൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അത് തൊണ്ടയിൽ കുടുങ്ങി അവൾക്ക് ശ്വാസം കിട്ടാതായി. ശ്വാസം കിട്ടാതെ പിടയുന്ന അവളെ രക്ഷിക്കാനായി വാൾട്ട് പെട്ടെന്ന് ബെഡിന്റെ മറുഭാഗത്തേക്ക് ഓടിയെങ്കിലും ഒരു നിമിഷം അവിടെ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചു. അവളെ രക്ഷിച്ചാൽ അവൾ വീണ്ടും തന്നെ ഭീഷണിപ്പെടുത്തുമെന്നും മറിച്ച് അവൾ മരിച്ചാൽ ലഹരിക്കടിമയായ ആ ജീവിതത്തിൽ നിന്നും ജെസ്സി എന്നേക്കുമായി രക്ഷപ്പെടുമെന്നും ചിന്തിച്ച വാൾട്ട് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു മരിക്കുന്നത് കടുത്ത മാനസിക സംഘർഷത്തോടെ വാൾട്ട് നോക്കി നിന്നു. തന്റെ കൺമുന്നിൽ ഒരു ജീവൻ പിടഞ്ഞില്ലാതാകുന്നത് കണ്ട വാൾട്ടിന്റെ കണ്ണുകൾ കുറ്റബോധം കൊണ്ട് നിറഞ്ഞൊഴുകി.